കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും എന്ന സൂചനകൾ വരുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച ഇന്നുണ്ടായില്ല. നാളെയാകും അന്തിമ കൂടിയാലോചനകൾ നടക്കുക. കേരളത്തിലെ ജനവികാരം രാഹുൽ ഗാന്ധിയെ അറിയിച്ചുവെന്നും തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയെന്നത് യാഥാർത്ഥ്യമാണെന്നും VM സുധീരൻ പറഞ്ഞു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആ പ്രതികരണം. യഥാർത്ഥ വിഷയം ജനങ്ങളുടെ വികാരം, മഹാഭൂരിപക്ഷം വരുന്ന UDF പ്രവർത്തകരുടെ, കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെ ആ വികാരം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇനി തീരുമാനമെടുക്കേണ്ടത് തീർച്ചയായും നേതൃത്വമാണല്ലോ. ഏതായാലും എനിക്ക് ബോധ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും, എൻ്റെ ശ്രദ്ധയിൽ വന്ന എല്ലാ കാര്യങ്ങളും, ജനവികാരം ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സംതൃപ്തിയോട് കൂടിയിട്ടാണ് കൂടിക്കാഴ്ച അത് അവസാനിച്ചത്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഈ കാത്തിരിപ്പിനി എത്ര നാൾ വരെ ഉണ്ടാകും എന്നതിൽ കൃത്യമായ ഒരു മറുപടി ഒരു നേതാവിനും പറയാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ അത് ഉണ്ടാവുന്നില്ല. അങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞു പോവുകയാണ് കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി ചർച്ചകൾ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ. പ്രജിൻ, നാളെയെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആ പ്രഖ്യാപനത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഏറ്റവും ഒരു നിർണായകമായത് ഇന്ന് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്കായി പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് മല്ലികാർജ്ജുൻ ഖർഗെയുമായി ഒരു കൂടിക്കാഴ്ചയിലേക്കടക്കം കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ VM സുധീരനുമായുള്ള കൂടിക്കാഴ്ച അല്പസമയം മുൻപാണ് പൂർത്തിയായത്. ഇനി ഒരു പക്ഷേ നാളെ അന്തിമഘട്ട ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ആയിരിക്കും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക. ഇന്ന് KPCC മുൻ അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരെല്ലാം രാഹുൽ ഗാന്ധി കേട്ടു. ഇവരിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നാളെ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആവശ്യമെങ്കിൽ സോണിയാഗാന്ധിയുമായി കൂടി സംസാരിച്ച് സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് നാളെ ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും നമ്മൾ ഇന്നാ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഈ ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്തിയ നേതാക്കളെല്ലാം അവരുടെ അഭിപ്രായം അറിയിച്ച് ഡൽഹിയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇനി VM സുധീരൻ നാളെ രാവിലെയോട് കൂടി അദ്ദേഹവും തിരികെ ഡൽഹിയിൽ നിന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ രീതിയിൽ UDF-നകത്ത് തന്നെ ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം പരസ്യമായി പറയുന്നു. ജനങ്ങൾ ചോദിക്കുന്നു എപ്പോഴാണ് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടാവുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് നാളെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.